ഈ വീഡിയോ ഒന്ന് കാണൂ. ഇത് നടന്നത് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. അവിടെ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള അവസാനത്തെ T20 ടൂർണമെന്റിൽ നിന്ന് നടന്ന ആ സ്റ്റേഡിയത്തിലുള്ള വീഡിയോകളാണ് ഇത് കാണുന്നത്. ചേട്ടാ, ഈ വെള്ളത്തിന് എത്ര രൂപയാ? ഒന്ന് നോക്കിക്കേ. 20 രൂപയാണ് MRP. കണ്ടോ, ഇത് 200 രൂപ ഈ കുപ്പി. ഈ കുപ്പി കണ്ടോ, 10 രൂപയുടെ കുപ്പിയാ. 100 രൂപയ്ക്കാണ് ഇത് വാങ്ങിക്കുന്നത്. ഓക്കെ ചേട്ടാ, ആളൊന്നിന് 1200 രൂപ കൊടുത്ത് ഞങ്ങൾ കയറിയതാ ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ വെള്ളമില്ല, നമുക്കൊരു കുപ്പി വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ 10 ഇരട്ടി വിലയ്ക്കാണ് നമ്മൾ ഈ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം. ഇത് നോക്കിയേ, ഇതാണ് അവരുടെ കുടിവെള്ള സംഭരണി. ഇത് ബാത്റൂമിൽ വെള്ളം പിടിച്ചിട്ടാണ് എല്ലാവരും കുടിച്ചത്. നമുക്കൊക്കെ ബാത്റൂമിൽ നിന്നാണ് പിന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞത് അവര്. നമ്മൾ പിന്നെ ആരടുത്ത് കംപ്ലൈന്റ് ചെയ്യണം, ആരടുത്ത് പറയണം എന്ന് ചോദിച്ചപ്പോ ആരും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് കൈമലർത്തി കാണിക്കുകയാണ് അവിടുത്തെ സംഘാടകരും എല്ലാരും. പുറത്തുപോയി വെള്ളം വാങ്ങിച്ചോട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പൊക്കോ, ഞങ്ങൾ പിന്നെ കയറ്റത്തില്ല, വെള്ളം തരാനും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇതിലെ ഒരു കുപ്പി വെള്ളത്തിന് അവിടുത്തെ സംഘാടകർ ചാർജ് ചെയ്യുന്നത് 100-200 രൂപയാണ്. വെറും 10 രൂപയുള്ള മിനറൽ വാട്ടറിന്. എന്നാൽ അകത്ത് കുടിവെള്ളം സപ്ലൈ ചെയ്യണമെന്നും അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കുപ്പികൾ അകത്തേക്ക് കൊണ്ടുവരണമെന്നും നമ്മുടെ കൺസ്യൂമർ ആക്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ സംഘാടകർ അമിത വിലയ്ക്ക് ഈ കുപ്പി ബോട്ടിൽസ് അവിടെ ചിലവഴിച്ചത്. മാത്രമല്ല, കുടിക്കാനുള്ള വെള്ളം എന്ന് പറയുന്നത് നോക്കൂ, ഈ വീഡിയോയിൽ ബാത്റൂമിനകത്തുനിന്ന് വരുന്ന ടാപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ചിട്ട് വേണം ഈ വെള്ളം കുടിക്കാൻ. ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളടക്കം ഈ വെള്ളമാണ് കുടിക്കേണ്ടി വരുന്നത്. കൺസ്യൂമർ ആക്ട് പ്രകാരം വാട്ടർ ബോട്ടിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ്, ആ കേസ് കൊടുത്തത് വിജയ് ഗോപാൽ വിസസ് ഇനോക്സ് എന്ന് പറയുന്ന കേസിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് സിനിമാ ഹാളിലേക്ക് അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലേക്ക് നല്ലവണ്ണം വെള്ളം, സഫീഷ്യന്റ് ആയിട്ട് വാട്ടർ സപ്ലൈ കൊടുക്കണം, ഇല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള വെള്ളം അനുവദിക്കണം. ആ കേസിൽ അവർക്ക് 50,000 രൂപയാണ് അവർക്ക് പെനാൽറ്റി വിധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഒരു കുപ്പി വെള്ളം 300 രൂപ, ഒരു ഗ്ലാസ് വെള്ളം 150 രൂപ. ഇത്തരമുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറം അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറം ഇവിടെ നമുക്ക് പരാതി കൊടുക്കാം. ഈ പരാതി കൊടുക്കാൻ ഒരു വക്കീലിന് ആവശ്യമില്ല. എല്ലാവർക്കും നേരിട്ട് പോയി ഒരു വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്ത് അവിടെ ഫയൽ ചെയ്യാവുന്നതാണ്. അത് നോർമൽ കോർട്ട് പ്രൊസീജിയർ ഒന്നുമില്ല. എല്ലാവർക്കും അവിടെ പോവാം. ഒരു അഡ്വക്കേറ്റേയും ആവശ്യമില്ല. ഒരു കോർട്ട് ഫീ പോലും ഇല്ലാതെ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാം. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നമസ്കാരം.